ദ ട്രൂത്തിലേക്ക് സ്വാഗതം. ന്യൂ ജനറേഷൻ സിനിമകൾ കൊണ്ട് യുവാക്കൾക്കുണ്ടായ മാറ്റത്തിനെക്കുറിച്ച് സംസാരിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അമിത് ചക്കലക്കലാണ്. സ്വാഗതം. അമിത്തിൻ്റെ ആദ്യത്തെ സിനിമ ഏതാ? ഫസ്റ്റ് മൂവി ഹണിബി. എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? ഞാൻ ആക്ച്വലി ഒരു ഓഡിഷൻ വഴിയാണ് വന്നത്. ഞാൻ ഇതിനു മുമ്പ് മൂവിയിൽ വരാൻ അഭിനയിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് എനിക്കങ്ങനെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരും ഇല്ല ഇൻഡസ്ട്രി. അപ്പോൾ ടി വിയിൽ ഒരു ദിവസം ഒരു ആഡ് ഉണ്ട്, മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ്, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു വാതിൽ എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ അതിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്ത സമയം എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല, കാരണം 2000-ഓളം ആൾക്കാരുണ്ടായിരുന്നു. അതിൽ വന്നു, ഓരോ റൗണ്ട് ക്ലിയർ ചെയ്ത് ഫൈനൽ 10 വരെ എത്തി. അവസാനത്തെ ബെസ്റ്റ് 5 വരുന്ന സെലക്ഷനിൽ ഞാൻ ഔട്ടായി, അങ്ങനെ പുറത്തായി. അത് കഴിഞ്ഞ് പിന്നീട് കാര്യം നാട്ടുകാരെല്ലാവരും അറിഞ്ഞു, കാര്യം ആ സമയം എല്ലാം ഏറിയാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനിയിപ്പം നനഞ്ഞു, ഇനിയിപ്പോൾ കുളിച്ച് കയറുക എന്നുള്ള അവസ്ഥയായി. ഞാൻ പതിയെ പിന്നീടുള്ള ഓഡീഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ ഒരു 25ാമത്തെ ഓഡീഷനായിരുന്നു ഹണീബി. അങ്ങനെയാണ് ഹണീബി മൂവിയിൽ വന്നത്. അതിലേതായിരുന്നു കഥാപാത്രം? അതിൽ ആക്ച്വലി ഭാവനയുടെ ബ്രദേഴ്സ് 4 പേരും, ഒരാളാണ് ഏറ്റവും ഇളയ ആൾ. ഓക്കെ. ഇന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പുതിയ ന്യൂ ജനറേഷൻ മൂവീസ് എന്നുള്ളൊരു സീരീസ് ഓഫ് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹണിബി ഉണ്ടായിരുന്നു ഒന്ന്, 2 കിളി പോയി, ഇടുക്കി ഗോൾഡ്. അപ്പോൾ ഈ ടേംസ് പേരുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നത് കഞ്ചാവായിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും യങ് ജനറേഷൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അമിത്തിന് പറയാനുള്ളത്? പക്ഷെ എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ഇപ്പൊ പേരിടുന്നതിനാണെങ്കിലും ഇപ്പൊ നമ്മുടെ നാട്ടില് കറണ്ട് സിനാരിയോയില് എന്ത് കാര്യമാവാം. ഇപ്പൊ ചിലപ്പോ ഈ പണ്ടാണെങ്കിൽ ഈ വാച്ചടിക്കുക, അല്ലെങ്കിൽ കള്ളാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് മറ്റു ബ്രാൻഡി ഒക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോ നെക്സ്റ്റ് ഒരു ട്രെൻഡാണ് ഇപ്പൊ ഇതിങ്ങനെ. അപ്പൊ ആ ട്രെൻഡ്, എന്ത് ട്രെൻഡ് വരുമ്പോഴും ആ സമയത്തുള്ള യങ് ജനറേഷനും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാരും സംസാരിക്കുന്നതും യൂസ് ചെയ്യുന്ന ടേംസ് അതായിരിക്കും. അപ്പൊ ഒരുപക്ഷെ അത് ഒബ്സർവ് ചെയ്തിട്ടായിരിക്കണം മൂവി മേക്കേഴ്സ് ആണെങ്കിലും അവരുടെ ആ പേര് ആ സമയം യൂസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും യങ് ജനറേഷൻ ഒരു വഴിതെറ്റിക്കില്ലേ? ശരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പൊതുവെ ഇപ്പൊ മൂവി തന്നെ ഉണ്ടാവുന്നതാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിലും അല്ലെങ്കിൽ പല ആൾക്കാരിൽ നിന്നും പല സിറ്റുവേഷൻസ് ഒബ്സർവ് ചെയ്താണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10 വർഷം 15 വർഷം മുമ്പേ ആണെങ്കിൽ ആ സമയത്തുള്ള കറണ്ട് സിനാരിയോസ് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നതും ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ്, പേരുകൾ, പല കാര്യങ്ങളാണ് സിനിമയായിട്ടുള്ളത്. ഇപ്പൊ ഇന്നാണെങ്കിൽ പല പണ്ടത്തെ കൊട്ടോടിയല്ല ഇന്ന്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇന്നത്തെ യങ് ആൾക്കാർ യൂസ് ചെയ്യുന്നതും കൂടുതൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. ഇപ്പൊ കിളിപോയിട അല്ലെങ്കിൽ എന്താ പറയുക ഹണീബി പണ്ടുള്ളതല്ല. പിന്നെ ഇപ്പൊ എന്താ പറയുക ഇടുക്കി ഗോൾഡ് എന്നുള്ള സാധനമാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പണ്ടൊന്നും അത്ര ഫേമസ് അല്ല, അല്ലെങ്കിൽ പോപ്പുലർ അല്ല. ഇന്നിപ്പോ യൂത്തില് അതൊക്കെ കുറെ പോപ്പുലർ ആണ്. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കറണ്ട് സിനാറിയോ എന്താണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ യൂത്ത് ചെയ്യുന്നത്, അതാണ് ഇപ്പോഴത്തെ സിനിമയാവുന്നത്. ചെറുപ്പക്കാർക്ക് ഒരു ധാരണയുണ്ട്, അതായത് ഈ സിനിമയിൽ കാണുന്നത് എല്ലാം യഥാർത്ഥത്തിൽ അതിൽ അഭിനയിക്കുന്ന വ്യക്തികളും ഇത് ഉപയോഗിക്കുന്ന ആളുകളാണ്. ആണോ? അങ്ങനെയില്ല. ഇപ്പൊ ഈ ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ പണ്ട് കുറേ ആൾക്കാർ ഒരു ബിയർ അടിക്കുന്ന ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക കള്ളടിക്കുന്നവരാവാം, അല്ലെങ്കിൽ സ്മോൾ അടിക്കുന്നവരായിരിക്കാം. ഇന്നിപ്പോ ടോട്ടാലിറ്റി ഇപ്പൊ കുറെ കൂടുതൽ ഇങ്ങനെ യൂസ് ചെയ്യുന്നവരാവാം. അപ്പൊ അങ്ങനെയാവുമ്പോ അതിൽ സമൂഹത്തിൽ കുറെ ആൾക്കാർ പെടുന്ന പോലെ സിനിമയിൽ ഉപയോഗിക്കുന്നവരും ഉണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഉപയോഗിക്കുന്നവർ മാത്രമല്ല. അപ്പൊ ഞാൻ എന്റെ ബേസിക് ലൈഫിൽ ഒരു ബിയർ പോലും കഴിക്കാത്ത ആളാണ്. ബിയർ ഒരു സിഗരറ്റ് പോലും വലിക്കില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ഈ അടുത്ത് ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. അതിനകത്ത് മുഴുകുടിയനായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് സിനിമയിൽ അഭിനയിക്കണമെങ്കിലും അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നെങ്കിലും ഇത് വേണം എന്നുള്ളത് ഐ ഡോണ്ട് തിങ്ക് ഒരു ഫാക്ടറേ അല്ല. സിനിമ അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കരിയർ? എനിക്ക് റേസിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എഞ്ചിനീയറിംഗ് എടുത്തത് തന്നെ വലിയൊരു ആഗ്രഹം. പണ്ട് ഈ ടി വിയിലൊക്കെ കാണുമ്പോൾ റേസിംഗ്സ് കാണില്ലേ, മോട്ടോ GP, കാറും ബൈക്കും കാണുമ്പോൾ ഞാൻ അങ്ങനെ ഒരു റേസ് ടെക്നീഷ്യൻ ആവാൻ വേണ്ടിയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തത്.
അപ്പോൾ അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പഠിച്ചു. എൻ്റെ പഠിത്ത ക്വാളിറ്റി കുറച്ച് കൂടിപ്പോയോണ്ടാണെന്ന് അറിയില്ല, കുറച്ചധികം സമയം എടുത്താണ് ക്ലിയർ ചെയ്തത്. അപ്പോൾ ഒരു വർഷം ബാക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാമ്പസ് സെലക്ഷൻ ഒന്നും കിട്ടില്ല. പിന്നീട് മനസ്സിലായി ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ഇറ്റലി അല്ലെങ്കിൽ ജർമ്മനി പോലുള്ള കൺട്രീസിലായിരിക്കണം, ഞാൻ പഠിക്കുന്ന ഇവിടെയുമാണ്. അപ്പൊ അത് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് എന്താ പറയാ പഴയ ഒരു ആഗ്രഹം. പണ്ട് കാര്യം ഞാൻ ചിന്തിച്ചൊരു കാര്യം, എനിക്കൊരു ആഗ്രഹം അഭിനയിക്കാനും അല്ലെങ്കിൽ ആക്ടറാണ് ആഗ്രഹം ഉണ്ടെങ്കിലും അത് മമ്മൂട്ടിനെ പോലെ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെയൊക്കെ ഇരുന്നാലൊക്കെ പറ്റുള്ളൂ, നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് പറ്റില്ലെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ഇവിടെ ഇപ്പോൾ ആസിഫ് അലി എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, നിവിൻ പോളി എൻ്റെ സീനിയറാണ്. അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, നമുക്ക് പരിചയമുള്ളവരും ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ്, കം ഓൺ യു ട്രൈ ഇറ്റ്. അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. ഇല്ലായിരുന്നെങ്കിൽ ഐ വുഡ് ലവ് ടു ബി എ റേസ് ഡ്രൈവർ. ഞാൻ 2-3 റേസ് ഓടിച്ചിട്ടുണ്ട്, വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദാറ്റ് നൗ കെപ്റ്റ് ഇൻ ഹോൾഡ്. ജീവിതത്തിൽ അമിത് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അമിത്തിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും അമിത്തിന്റെ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സർക്കിൾ ഉണ്ടാവും. ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് പിന്നീട് ഒരിക്കൽ കാണുമ്പോൾ എങ്ങനെയായിരുന്നു അവരൊരു റിയാക്ഷൻ? ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ പണ്ട് എന്തെങ്കിലുമൊക്കെ അവനെ കളിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഈ ആള് ഒരു മൂവിയിൽ വന്നു കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ആരെങ്കിലും പറഞ്ഞറിയാടാ നീ അവനെ ഓർമ്മയുണ്ടോ, അവന്റെ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പിന്നെ അത്ര നന്നായിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കാണെങ്കിലും ഉണ്ടാവും. അപ്പൊ അതേപോലെ അവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ പറയണമെന്നില്ല. ജീവിതത്തിൽ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ ഈ സക്സസിന്റെ പുറകിൽ ഉള്ള ഓട്ടത്തിന്റെ ഇടയിൽ? കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ആയിട്ട് പോക്കറ്റ് മണിക്ക് വേണ്ടി ഓരോ ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അപ്പോഴും ഈ ഫ്രീ ടൈം കിട്ടുന്ന ഫ്രീ ടൈമാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇത്തിരി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ചതും പോളിസീസ് മാർക്കറ്റ് ചെയ്യാൻ നടന്നതും പിന്നെ എനിക്കൊരു ബൈക്ക് വാങ്ങണം, കാർ വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറകെ പോയത്. അപ്പൊ അപ്പോഴെല്ലാം ഫ്രീ ടൈം കിട്ടിക്കൊണ്ടിരുന്നവർക്ക് there was time to ഒരു പെണ്ണായിട്ട് വേണമെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് കോഫി ഡേ പോയിരിക്കാനും അല്ലെങ്കിൽ ട്രിപ്പ് പോകാനും അല്ലെങ്കിൽ ഒരുപാട് അവരുടെയൊക്കെ ഫോൺസിൽ ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫേസ്ബുക്കിൽ പിക്ചേഴ്സ് എടുത്തു നോക്കിയാൽ ബാക്കിൽ ഒരുപാട് നല്ല നല്ല പിക്ചേഴ്സ് ഉണ്ട് അവർക്ക് ഇടാനായിട്ട്. പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്കിൽ പിക്ചേഴ്സ് നോക്കിയാൽ എനിക്ക് പ്രസന്റേ ഉള്ളൂ, പാസ്റ്റിൽ കളർഫുൾ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പൊ കോളേജ് സമയത്ത് എനിക്കൊരു നല്ലൊരു ട്രിപ്പ് പോയ ഒരു സെൽഫി ഉണ്ടോ എന്ന് വെച്ചാൽ ഐ ഡോണ്ട് ഹാവ്. അല്ലെങ്കിൽ ഫോട്ടോസ് മാത്രമാണോ മിസ് ചെയ്തത് അതോ വ്യക്തികൾ ആരെങ്കിലും മിസ് ചെയ്തോ ജീവിതത്തിൽ? ഒരുപാട് കുറെ പേരെടുത്ത് എന്താ പറയാ ചെന്ന് പലപ്പോഴും പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയില്ല. കാര്യം ഇങ്ങനെ പലതിന്റെ പറയായിരുന്നു. ഇപ്പൊ അവരിങ്ങോട്ട് വന്ന് പറയുന്നു, അതൊരു സുഖമാണ്. അതൊരു ഗുഡ്. പക്ഷെ ഈ എന്തെങ്കിലും ഈ എവിടെയോ കേട്ടിട്ടുണ്ട്, ഡ്രീംസ് ആർ ഓൾവേസ് ഔട്ട്സൈഡ് യുവർ കംഫോർട്ട് സോൺ. അതായത് നമ്മുടെ സ്വപ്നങ്ങൾ എപ്പോഴും നമ്മുടെ കംഫോർട്ട് സോണിന്റെ പുറത്താണ്. ഒരു ഫ്രണ്ടിന്റെ ഒപ്പം പോകുന്നതും കറങ്ങി നടക്കുന്നതൊക്കെ ഭയങ്കര കംഫോർട്ടബിൾ ആണ്, ആ ഒരു. പക്ഷെ എന്റെ സ്വപ്നം പുറത്തായതുകൊണ്ട് ഇതിന്ന് പുറത്തിറങ്ങാണ്ട് അത് കിട്ടില്ല. ഹണിബി അല്ലാതെ വേറെ ഏതൊക്കെ പടങ്ങൾ ഞാൻ അതിനുശേഷം ചെയ്തത് നമ്മളുടെ ഹണിബി ഐ ആം ടോണി എന്ന് പറഞ്ഞ മൂവി ചെയ്തു, ജീൻ പോൾലാലിന്റെ തന്നെ. പിന്നെ സപ്തമശ്രീ തസ്കരായ നമഹ, യോബിന്റെ പുസ്തകം, ലാൽ ബഹദൂർ ശാസ്ത്രി, പിന്നെ കിങ് ലെയർ ചെയ്തു. പിന്നെ ഒരു മൂവി ഇപ്പൊ ലീഡ് റോളിൽ ചെയ്തു കഴിഞ്ഞു, ക്രാന്തി എന്ന് പറഞ്ഞ മൂവി ചെയ്തു, റിലീസ് ആയിട്ടില്ല. പിന്നെ ഈ അടുത്ത് കോലുമിട്ടായി എന്ന് പറഞ്ഞ മൂവി ചെയ്തു, അത് ഈ സെപ്റ്റംബർ 30 റിലീസാണ്. പിള്ളേരുടെ ഒരു കൊച്ചു മൂവിയാണ്. ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങളുണ്ടോ? എനിക്ക് സിനിമ ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ഒരുപാട് കണ്ട സിനിമകളാണ്. അപ്പോൾ ഒരുപാട് കണ്ട സിനിമയിൽ ഇപ്പോൾ ലാലേട്ടനായാലും നമ്മളുടെ മമ്മൂക്കയായാലും ഇവരെല്ലാം ചെയ്ത് നമ്മൾ പല രീതിയിലെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. എനിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഒരുപാട് ചാൻസ് കിട്ടിയാൽ ഒരുപാട് ചെയ്യണം, ഇന്നതൊന്നുമില്ല, എല്ലാം ചെയ്ത് ട്രൈ ചെയ്യണം. ഏറ്റവും ഇഷ്ടമുള്ള നടനാരാ? ലാലേട്ടൻ. നടിയോ? മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോഴത്തെ പാർവതി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വിദ്യാബാലൻ, ഇവരൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള ആക്ട്രസ്. ഈ യുവതലമുറക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ടല്ലോ, നേരത്തെ സംസാരിച്ച പോലെ ഈ സിനിമയിൽ കാണുന്നതും യഥാർത്ഥ ജീവിതവും തമ്മിൽ സിമിലർ ആണ്. യഥാർത്ഥത്തിൽ അഭിനയവും യഥാർത്ഥ ജീവിതവും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. സിനിമ കണ്ടുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ഇൻവോൾവ് ആയി ജീവിതം നശിയാതിരിക്കാൻ യുവ തലമുറയോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും അമിത്തിന്? ഞാൻ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മൾ ഈ സിനിമ കാണുമ്പോഴൊക്കെ ഒരു നടൻ വരും, 4-5 പേരെ ഇടിച്ചു തീർപ്പിക്കും. പക്ഷെ കോളേജിൽ ചെന്ന് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ റാഗിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഈ വരക രീതിയിലൊക്കെ പെട്ടുപോയപ്പോൾ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് മനസ്സിലായി. നമ്മളെ കൊണ്ട് ഒരു 2 പേരെ ഇടിച്ചു തീർപ്പിക്കലോ ഒന്നും നടക്കില്ല, തല്ല് കൊള്ളുന്നുള്ളത് ലൈഫിൽ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്.
അപ്പം ഇതേപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്, എടാ നീ ടെൻഷൻ വരുമ്പോഴാണ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. എനിക്ക് ഡിപ്രഷൻ വരുമ്പോൾ, ഒരു ആങ്സൈറ്റി കൂടുമ്പോൾ ആൽക്കഹോളോ അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തുണ്ടെങ്കിലും, എന്ത് സംഭവിച്ചാലും, എൻ്റെ പപ്പ പറയുന്നൊരു വാക്ക്, എന്ത് സംഭവിച്ചാലും സൊല്യൂഷൻ ഉണ്ട്. അതിനൊരു സിഗരറ്റിന്റെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു കഞ്ചാവിന്റെ ആവശ്യമോ ഒരു ആൽക്കഹോളിന്റെ ആവശ്യമില്ല. ഓപ്പൺലി സീ ദ വേൾഡ്. നമുക്ക് വി ഹാവ് സൊല്യൂഷൻ എവറിവെയർ. ഫേസ് ഇറ്റ്. ആ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകേണ്ടത് ഇതിന്റെ സഹായം കൊണ്ട് ഇല്ലാതാക്കരുത്. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ It will never. It's a time taking process. അത് ഫേസ് ഇറ്റ്. വളരെ നന്ദി പ്രോഗ്രാമിൽ വന്നതിന്. Thank you.